വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GT2-ലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇതൊരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനായിട്ട് കണ്ടാൽ മതി. ആവശ്യമുള്ള കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ എർത്ത് പ്രഷർ, അതിൻ്റെ കുറച്ച് തിയറി പോർഷൻസും അതിൻ്റെ 1-2 പ്രോബ്ലംസും ആണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിലെന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള മൊഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു മൊഡ്യൂൾ 1-ൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നും എന്താണ് ലാറ്ററൽ എർത്ത് പ്രഷർ, അതിൻ്റെ 3 കണ്ടീഷൻസ് ഒന്നും ഒക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാറ്ററൽ എർത്ത് പ്രഷർ. അപ്പോൾ ലാറ്ററൽ എർത്ത് പ്രഷർ നോക്കുന്നതിന് മുന്നേ തന്നെ അതറിയണമെങ്കിൽ നമ്മൾ റീറ്റൈനിങ് വാൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് റീറ്റൈനിങ് വാളിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീറ്റൈനിങ് വാളുമായിട്ട് ആക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഈ റീറ്റൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എലിവേഷൻസ് വരുന്ന ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ സോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരേ നിരപ്പിലായിരിക്കണമെന്നില്ല, ഡിഫറെൻറ്റ് എലിവേഷൻസ് ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എർത്തിൻ്റെ സ്ട്രക്ചറാണ് റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുമ്പം ഈ ഒരു റീറ്റൈനിങ് വാളിന് സോയിൽ കൊടുക്കുന്ന ഒരു ലാറ്ററൽ പ്രഷറുണ്ട്. സോ അതിനെയാണ് നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് 3 കണ്ടീഷൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് എമൗണ്ട് ഓഫ് വാൾ മൂവ്മെൻറ്റ്, ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, ഡ്രെയിനേജ് കണ്ടീഷൻസ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. റീറ്റൈനിങ് വാൾ structure designed constructed to resist the lateral pressure of the soil when there is a desired change in ground elevation that exceeds the angle of repose of soil, used for supporting soil laterally that it can be retained at different levels on 2 sides. കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്താണ് സെൻറ്റൻസ് എഴുതിയേക്കുന്നത്. ഇപ്പം മനസ്സിലാക്കാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. Then lateral earth pressure. Lateral earth pressure is the force exerted by the soil mass upon a structure such as a retaining wall. It depends on types of amount of wall movement, shear strength parameters of soil, unit weight of soil, drainage condition is the backfill. ഇതിലൊരു ടേം വന്നു ബാക്ക്ഫിൽ. അപ്പോൾ നമുക്ക് എന്താണ് ബാക്ക്ഫിൽ എന്ന് അറിയണം. ഇപ്പോൾ ഞാൻ ഈ ഒരു പോർഷനാണ് എൻ്റെ ബാക്ക്ഫില്ലായിട്ട്, അല്ലെങ്കിൽ ഇതൊരു റീറ്റൈനിങ് വാളായിട്ട് കൊടുത്താൽ ഇവിടെയാണ് എൻ്റെ സോയിൽ കിടക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഈ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ബാക്ക്ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീറ്റൈനിങ് വാളിൽ ഏതൊരു പോർഷനെ സപ്പോർട്ട് ചെയ്യാനാണോ ഞാൻ കെട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിനകത്തുള്ള പോർഷനെയാണ് നമ്മൾ ബാക്ക്ഫിൽ എന്ന് പറയുന്നത്. സോയിൽ വരുന്ന പോർഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്ഫിൽ എന്ന് പറയുന്നത്. ഇനി 3 ടൈപ്പിലാണ് നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷർ പറയുന്നത്. LEP എന്ന് വെച്ചാൽ ലാറ്ററൽ എർത്ത് പ്രഷറാണ്. 3 ടൈപ്പാണ്, 3 കേസാണുള്ളത്. ആക്റ്റീവ് കേസ് ഉണ്ട്, അതുപോലെ തന്നെ അറ്റ് റെസ്റ്റ് ഉണ്ട്, പിന്നെ ഉള്ളത് പാസീവ് കേസ്. ആക്റ്റീവ് കേസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ വാൾസ് എന്ന് വെച്ചാൽ റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത് നമ്മളെ സോയിലിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന റീറ്റൈനിങ് വാളിൽ ലാറ്ററലി ഉള്ളൊരു പ്രഷർ സോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാറ്ററലി ഉള്ള പ്രഷർ കാരണം നമ്മുടെ റീറ്റൈനിങ് വാള് ആ സോയിലിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, അങ്ങനെ നോക്കിയാൽ മതി, എവേ ഫ്രം ദ സോയിൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് കേസ് അല്ലെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റീറ്റൈനിങ് വാൾ ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നത്. അതാണ് ആക്റ്റീവ് കേസ് എന്ന് പറയുന്നത്. ബാക്ക്ഫില്ലിൽ നിന്നും ആ ഒരു വാള് മൂവ് എവേ ആയിട്ടാണ് പോകുന്നത്. വാൾസ് മൂവ്സ് എവേ ഫ്രം സോയിൽ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് ദി റെസ്റ്റ് ആണ്. റെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റും ഇല്ല, റീറ്റൈനിങ് വാൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പാസീവ് കേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബാക്ക്ഫില്ലിലേക്കാണ് വാൾ വരുന്നത്. ഓക്കെ, അപ്പം വാളാണ് അവിടെ മൂവ് ചെയ്യുന്നത് എങ്ങോട്ട്, അകത്തോട്ട്. വാൾസ് മൂവ്സ് ഇൻ ടു ദി സോയിൽ ഇരിക്കുന്ന പോർഷനിലോട്ടാണ് വാൾസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പാസീവ് കേസിൽ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ടുവേർഡ്സ് മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ടുവേർഡ്സ് ദി ബാക്ക്ഫില്ലിന് ടുവേർഡ്സ് ദി ബാക്ക്ഫിൽ ആണെങ്കിൽ അത് പാസീവ് കേസും, എവേ ആണ് ഫ്രം സോയിൽ ആണെങ്കിൽ അത് ആക്റ്റീവ് കേസിലും ആണ് വരുന്നത്. അപ്പോൾ ഈ 3 ലാറ്ററൽ എർത്ത് പ്രഷറിൽ വരുന്ന 3 കേസസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് വച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് പറയണം. അപ്പം അതിൽ വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. വാൾ എങ്ങനെയായിരിക്കും, റിജിഡ് ആയിരിക്കും, അതുകൊണ്ടാണ് അവിടെ മൂവ്മെൻ്റ് ഒന്നും നടക്കാത്തത്. അപ്പോൾ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള 1-2 ഇക്വേഷൻസ് പറയാം.
ഫസ്റ്റ് പറയുന്ന ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്ന കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു കെ നോട്ട് ഗാമ എച്ച് സ്ക്വയർ. കെ നോട്ട് എന്താണ് കെ നോട്ട് എന്ന് ചോദിച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അതാണ് കെ നോട്ട് എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ എർത്ത് പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി അതും റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള സ്പെസിഫൈഡ് ഡെപ്തിലെ വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ കെ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കെ നോട്ട് എന്ന് പറയുന്നത് ആ ഇൻറ്റൻസിറ്റിയുടെയും അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഡെപ്തിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെ നോട്ട് എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. കെ നോട്ട് ഒ ആണ് വരുന്നത് റെസ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ട്. ഒ മീൻസ് നോട്ട് 0. അപ്പോൾ ഇതിൽ കെ നോട്ട് എന്താണെന്ന് അറിയണ്ടേ? അതിൻ്റെ ഇക്വേഷൻ 1 മൈനസ് സൈൻ ഫൈ. ഫൈ എന്ന് പറയുന്നത് അവിടെ ഒരു ഉണ്ടാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ആംഗിളാണ്, ആംഗിൾ ഓഫ് റീപോസ് ആണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ കെ നോട്ട് 1 മൈനസ് സൈൻ ഫൈ ആണ്. എച്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ്, ഹെഡാണ് ഉദ്ദേശിക്കുന്നത്. റീറ്റൈനിങ് വാളിൻ്റെ ഹൈറ്റും കാര്യങ്ങളുമാണ് എച്ചിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെയിനായിട്ട് ഈ 2 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ഡ്രൈ കണ്ടീഷൻ പറയാം, സബ്മേർജ്ഡ് കണ്ടീഷൻ പറയാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ അതിന് മുന്നേ ഈ 2 ഇക്വേഷൻസും നമുക്ക് ഈ 2 കണ്ടീഷൻ ചോദിച്ചാലും ആവശ്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ക്ലിയർ ചെയ്ത് എഴുതാം. നമുക്ക് ആവശ്യമുള്ള റെസ്റ്റിലുള്ള 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത് പി നോട്ട് ഹാഫ് ഇൻറ്റു കെ നോട്ട് ഗാമ എച്ച് സ്ക്വയർ. കെയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കെ നോട്ടാണ് സഫിക്സ് ആണ് വരുന്നത്. കെ നോട്ട് കണ്ടുപിടിക്കാൻ 1 മൈനസ് സൈൻ ഫൈ. ഈ 2 ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ആക്റ്റീവ് കേസും പാസീവ് കേസിൻ്റെ ഇക്വേഷൻസ് ഇവിടെ നോക്കാം. നമ്മൾ ആക്റ്റീവിൻ്റെ കേസാണ്, ആക്റ്റീവ് എർത്ത് പ്രഷറാണ് വരുന്നതെങ്കിൽ അവിടുത്തെ പ്രഷർ, ലാറ്ററൽ പ്രഷർ കണ്ടുപിടിക്കാൻ പി എ ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു ഗാമ എച്ച്. ഇതിൻ്റെയൊക്കെ നൊട്ടേഷനിലാണ് വ്യത്യാസം. കെ എ ആണ് ഇവിടെ വന്നത്. ഇനി ഇവിടുത്തെ കെ എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ. ഓക്കെ, ഇതാണ് ആക്റ്റീവിൻ്റെ കേസ്. ഇനി പാസീവ് നോക്കാം. പാസീവ് എർത്ത് പ്രഷറിൽ എന്താണ് വ്യത്യാസം വരുന്നതെന്ന്. അപ്പോൾ പാസീവ് എടുക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാസീവിൽ പി ആണ് വരുന്നത്. കെ പി ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആണ്. അതിൽ കെ പി കോഎഫിഷ്യൻ്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷറാണ് നമുക്ക് കെ പി എന്ന് പറയുന്നത്. മറ്റേത് കെ എ എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസാണ് ഉദ്ദേശിക്കുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. അപ്പോൾ കെ പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ. 2 ഇക്വേഷൻ നോക്കിക്കേ, സൈൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ. സോ അപ്പോൾ ഇത്രയും മിനിമം ഇത്രയുമാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. എ റിജിഡ് റീറ്റൈനിങ് വാൾ 6 meter height is restrained from yielding. The backfill consists of cohesionless soils having phi 26 degree and gamma 19 kilonewton per meter cube. Compute the total earth pressure per meter length of the wall. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എർത്ത് പ്രഷർ ആണ്. അപ്പോൾ അത് ആ വോള് മീറ്റർ ലെങ്ത് ഓഫ് ദ വോളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീറ്റൈനിങ് വോളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റീസ്ട്രെയിൻഡ് ഫ്രം ഈൽഡിംഗ് ആണ്. ബാക്ക് ഫില്ല് തന്നിരിക്കുന്നത് കോഹഷൻ ലെസ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഫൈ 26 ഡിഗ്രി ആണ്. ഗാമ തന്നിട്ടുണ്ട്. ടോട്ടൽ എർത്ത് പ്രഷർ പെർ മീറ്റർ ലെങ്തിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എഴുതാൻ വിട്ടുപോയതാണ്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിലുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താ പറഞ്ഞിരിക്കുന്നത്, പി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പി നോട്ട് റെസ്റ്റ് കണ്ടീഷനാണ്. സോ അവിടെ കണ്ടുപിടിക്കേണ്ട ഹാഫ് ഇൻറ്റു കെ നോട്ട് ഗാമ എച്ച് സ്ക്വയർ. എച്ച് ക്യാപിറ്റലോ സ്മോളോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ പി നോട്ട് എന്ന് പറയുന്നത് പി നോട്ട് ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു കെ നോട്ട് ഗാമ എച്ച് സ്ക്വയർ. അതിൽ കെ നോട്ട് അറിയില്ല. കെ നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി 1 മൈനസ് സൈൻ ഫൈ. അതിൽ 1 മൈനസ് സൈൻ ഫൈ എന്ന് പറയുന്നത് ആദ്യം ഗിവൺ ഡേറ്റ് എഴുതിക്കൊള്ളണേ. ഫൈയും ഗാമയൊക്കെ അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിവൺ ഡേറ്റ് എഴുതാനും എളുപ്പമാണ്. ഹൈറ്റ് 6 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് സൈൻ ഫൈ എത്രയാണ് വന്നിരിക്കുന്നത്, 26 ആണ്. സോ 1 മൈനസ് സൈൻ ഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.5616 ആണ് വരുന്നത്. സോ അടുത്തത് പി നോട്ടിൽ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഹാഫ് ഇൻറ്റു 0.5616 ഇൻറ്റു ഗാമ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട് 19 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 6 ആണ്. സോ 6 സ്ക്വയർ.
ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ 192.1 കിലോന്യൂട്ടൺ പെർ മീറ്റർ ലെങ്ത് ഓഫ് വാൾ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. എ റീടൈനിങ് വാൾ 6 meter ഹൈ retain dry sand with an angle of friction of 30 degree, unit weight of 16.2 kilonewton per meter cube. Determine the earth pressure at rest if the water table rises to the top of the wall. Determine the increase in the thrust on the wall. Assume submerged unit weight of sand is 10 kilonewton per meter cube. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റീറ്റൈനിങ് വാളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ എച്ച് എന്ന് പറയുന്നത് 6 meter, ക്യാപിറ്റൽ ഓർ സ്മോൾ എച്ച് 6 meter. ദെൻ റീറ്റൈൻ ഡ്രൈ സാൻഡ്, അതെങ്ങനെയാണ്? ഡ്രൈ സാൻഡ് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 30 degree തന്നിട്ടുണ്ട്. യൂണിറ്റ് വെയിറ്റ് 16.2 kilonewton per meter cube. ഇതെല്ലാം എന്താണ്? ഗിവൺ ഡേറ്റ. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന റെസ്റ്റ് കണ്ടീഷനിലുള്ള പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ P0 കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തത്, ഇഫ് ദ വാട്ടർ ടേബിൾ റൈസസ് ടു ദി ടോപ്പ് ഓഫ് ദി വാൾ. വാട്ടർ ടേബിൾ എങ്ങനെയാണ് ടോപ്പ് ഓഫ് ദി വാൾ റൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ഇൻക്രീസിങ് ദ ത്രസ്റ്റ് ഓൺ ദി വാൾ. ആ വാളിലെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻക്രീസ് ചെയ്യുന്ന ത്രസ്റ്റ് എത്രയാണ്? സോ അസ്യൂംഡ് സബ്മേർജ്ഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗാമ സബ് എന്ന് പറയുന്നത് 10 kilonewton per meter cube എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ ഗാമ ഡ്രൈ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സോയില് ഡ്രൈ ആയിരിക്കുന്ന കണ്ടീഷനും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സബ്മേർജ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നമ്മൾ എഴുതി. അതിനുശേഷം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡ്രൈ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഡ്രൈ ബാക്ക് ഫില്ലാണ് എടുക്കാൻ പോകുന്നത്. ഡ്രൈ ബാക്ക് ഫില്ലിൽ പ്രഷർ, എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എങ്ങനെയാണ് വരുന്നത്? P0 = ½ × KA ഗാമ H സ്ക്വയർ. സോ കെ അല്ല, K0 ആണ്, റെസ്റ്റ് അല്ലേ. K0ൻ്റെ ഇക്വേഷൻ 1 - sin φ. അപ്പോൾ അതിൽ 1 - sin φ എന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ എത്രയാണ് തന്നിരിക്കുന്നത്? സൈൻ 30 അല്ലേ തന്നേക്കുന്നത് സൈന്. ഓക്കെ, 1 - sin 30 ആണ് വരുന്നത്. നമുക്ക് ആൻസർ 0.5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ K0 നമുക്ക് കിട്ടി. അപ്പോൾ K0 കിട്ടിയതിന് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തൂടെ? ½ × 0.5 × ഗാമ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 16.2 എന്ന് തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് 6 meter, അപ്പോൾ 6 square. ആൻസർ 145.8 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ പ്രഷർ. അടുത്ത് രണ്ടാമത് പറഞ്ഞിരിക്കുക. അപ്പോൾ ഡ്രൈ കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സബ്മേർജ്ഡ് കണ്ടീഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ രണ്ടാമത്തെ കണ്ടീഷൻ, വാട്ടർ ലെവൽ അറ്റ് ദി ടോപ്പ് ഓഫ് ദി വാൾ, സബ്മേർജ്ഡ് കണ്ടീഷൻ. സബ്മേർജ്ഡ് കണ്ടീഷൻ. അപ്പോൾ സബ്മേർജ്ഡ് കണ്ടീഷനിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫക്റ്റീവ് ലാറ്ററൽ എർത്ത് പ്രഷർ. എഫക്റ്റീവ് ലാറ്ററൽ എർത്ത് പ്രഷർ അല്ലെങ്കിൽ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. സബ്മേർജ്ഡ് കണ്ടീഷൻ. അപ്പോൾ P0 വീണ്ടും കണ്ടുപിടിക്കുക. ½ × K0 ഗാമ H സ്ക്വയർ. K0ന് വ്യത്യാസമൊന്നുമില്ല. ½ × 0.5 × ഗാമ എടുക്കുമ്പോൾ സബ്മേർജ്ഡ് കണ്ടീഷൻ എടുക്കുക. ക്വസ്റ്റ്യനിൽ 10 ആണെന്ന് തന്നിട്ടുണ്ട്. × 6 സ്ക്വയർ. ആൻസർ 19 kilonewton per meter. ഓക്കെ, അപ്പോൾ അവിടുത്തെ ലാറ്ററൽ എർത്ത് പ്രഷർ കിട്ടി. സബ്മേർജ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടം കൊണ്ട് തീരത്തില്ല. പോർ വാട്ടർ പ്രഷർ കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. PW. ഓക്കെ, പോർ വാട്ടർ സബ്മേർജ്ഡ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പോർ വാട്ടർ പ്രഷർ എടുത്തത്. പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രൽ ലാറ്ററൽ പ്രഷർ എന്നും പറയാം. ന്യൂട്രൽ ലാറ്ററൽ പ്രഷർ. PW കണ്ടുപിടിക്കണമെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്, അതിലൊന്നും വ്യത്യാസമില്ല. ചെറിയൊരു ഇത് വരുന്നത് ഗാമ എടുക്കുമ്പോൾ ഗാമ W, ½ × ഗാമ W H സ്ക്വയർ. ഓക്കെ, അപ്പോൾ കെയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. ½ × ഗാമ W H സ്ക്വയർ ആണ്. സോ ½ × ഗാമ W എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ്? നമ്മുടെ വാട്ടറിൻ്റെ അല്ലേ, 10 ആണ്. ഇൻറ്റു H സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ 180 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എഴുതി പൊയ്ക്കോളണേ. ഇനി അപ്പോൾ പോർ വാട്ടർ പ്രഷറായി. അപ്പോൾ ഇനി ടോട്ടൽ പ്രഷറാണ് നമുക്ക് കാൽക്കുലേറ്റ്. രണ്ടും കൂടെ ഒരുമിച്ചായാലും അതിൻ്റെ നോർമൽ പ്രഷറിലോട്ട്, കറക്റ്റ് പ്രഷറിലോട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ? ഈ 90 + 180 ചെയ്യുക. ആൻസർ 270 ആണ് കിട്ടുന്നത്. ഇനി
നമുക്കിതല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, എത്ര ത്രസ്റ്റ് ആണ് ഇൻക്രീസ് ചെയ്തതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻക്രീസ് ഇൻ ത്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻക്രീസ് ഇൻ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 270യിൽ നിന്ന് മൈനസ് നമ്മുടെ ഡ്രൈയുടെ കണ്ടീഷനിലെ 145.8 അത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 270യിൽ നിന്ന് 145.8 മൈനസ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഇൻക്രീസിങ് ആയിട്ടുള്ള ലെങ്ത് കിട്ടും. 124.2 ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻക്രീസ് ആയ ത്രസ്റ്റ് എന്ന് പറയുന്നത് 124.2 ആണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്.